അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡി മഹലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബനാന കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബനാന കട്ട്ലറ്റ് തയ്യാറാക്കാൻ വേണ്ടി അധികം പഴുക്കാത്ത 3 ഏത്തപ്പഴം നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അങ്ങനെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഞാനൊരു ഫോർക്ക് കൊണ്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. അങ്ങനെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 4 സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ഏലക്കയാണ്. 2 ഏലക്ക പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോൾസാക്കി നമുക്കൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 3 സ്പൂൺ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആവേണ്ടത്. ഇനി നമുക്ക് കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ബാറ്ററും പിന്നെ ബ്രെഡ് ക്രംസും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ആദ്യമേ നമ്മൾ തയ്യാറാക്കിയ മൈദാമാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കോരി മാറ്റാം. അങ്ങനെ ബനാന കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലറ്റാണ്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.